ചെറിയ തൈയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പപ്പായ നിറയെ കിട്ടാൻ വേണ്ടിയിട്ട് അടി മുതൽ മുകൾ വരെ ഇതേപോലെ ചെറിയ തൈയാവുമ്പോൾ തന്നെ പെട്ടെന്ന് വലിയ പപ്പായ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് കായ് പിടിക്കാനും വേണ്ടിയിട്ടുള്ള വളം നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് വളരാനായിട്ടുള്ളൊരു വളം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത്. പശുവിനൊക്കെ കൊടുക്കുന്നത് 100 ഗ്രാം എടുക്കുക, നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു 2-3 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു 2-3-4 ഗ്ലാസ് ചാണകം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 1 കപ്പ് 10 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കലക്കി വെക്കുക. ഒരു 4-5 ദിവസം കഴിയുമ്പം ഈ പിണ്ണാക്കിട്ട് ഒരു 2-3 ദിവസം കൂടിയും പുളിപ്പിച്ചതിന് ശേഷം തൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചുവട്ടിൽ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 ലിറ്റർ ഇതെടുത്തതിന് ശേഷം പിന്നെ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചട്ടിയിൽ നമ്മൾ പറിച്ച് തൈ ആക്കിയതിന് ശേഷം ചട്ടിയിൽ പറിച്ച് നട്ടു. അതിന് ശേഷം നമ്മൾ കുറച്ചധികം ഒരു 10 ഇല പ്രായമാകുമ്പോൾ നമുക്ക് ഇത് വലിയൊരു കുഴി കുത്തിയിട്ട് നടാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നടുന്നത്, ഏത് ഡിഗ്രിയിലാണ് നടുന്നത് എന്നുള്ളതൊക്കെ തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് കുള്ളനായിട്ട് ഒരുപാട് ഹൈറ്റിലേക്ക് പോവാതെ ഇതേപോലെ ചെറിയ തൈയിൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുള്ളൂ. അപ്പോൾ പപ്പായ ഇതേപോലെ ചെറിയ തൈ നന്നായിട്ട് കായ്ക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അടുത്തൊന്നും വേറെ മരങ്ങളോ അല്ലെങ്കിൽ ഷെയ്ഡൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വേണം നമ്മൾ ആദ്യമായിട്ട് ഈ തൈ നടാനായിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ വളങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക, കൃത്യമായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്തോ അങ്ങനത്തെ സ്ഥലത്തൊന്നും പപ്പായ തൈ നടാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ കണ്ടോ, ജാറിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇതേപോലെ 0 കോസ്റ്റിൽ വളം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതേപോലെ വീട്ടിലത്തെ പഴത്തോല്, അതേപോലെ തന്നെ പിന്നെ കിഴങ്ങ് ചെത്തിയ തോലുകൾ, ഇതൊക്കെ നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിച്ചെടുത്ത് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 15 ദിവസത്തിലൊരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ വേനൽക്കാലത്ത് നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ചുവട് ചുറ്റുഭാഗവും നനയുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്ലറി വെച്ചിട്ട് നനച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൈ നമ്മൾ ഇതേപോലെ പാവി മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായ വിത്ത് ശേഖരിച്ചിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് ഇനിയുള്ള സമയത്ത് നോക്കാം കേട്ടോ. അപ്പോൾ വിത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പേപ്പറിൽ വിത്ത് എടുത്തിട്ട് ഇതേപോലെ മടക്കി വെച്ച് വെയിലത്തൊക്കെ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. നല്ല ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിത് നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ വിത്തെടുത്ത് വെച്ച് നമുക്ക് മണലും പകുതി ഭാഗം ചാണകപ്പൊടി എടുത്ത് മിക്സ് ചെയ്ത് അതിൽ വിതറി കൊടുക്കാം. ഇങ്ങനെ മുളച്ച് വരുന്ന തൈയിൽ നമ്മൾ മുന്നേ പറഞ്ഞ വളങ്ങൾ ഒരു 15 ദിവസം ഇടവിട്ട് വളരെയധികം നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുക. ഈ ഒരു പ്രായമായി കഴിയുമ്പോൾ നമുക്ക് പുതിയ വേറൊരു പോട്ട് മിക്സ് എടുത്ത് വലിയ പോട്ടിലേക്ക് നമുക്ക് റീപോട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടെ പകുതി ചാണകപ്പൊടിയും പകുതി മണലും ചേർത്തൊരു പോട്ട് മിക്സ് വലിയൊരു പോട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ പാവിയെടുത്ത് നമ്മൾ മുളപ്പിച്ചെടുത്ത ഈ ഒരു പപ്പായ തൈ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 4 ഇല 5 ഇല പ്രായമാകുമ്പോൾ നമുക്ക് വലിച്ചു പറിച്ചെടുക്കാതെ കുറച്ച് പോട്ട് മിക്സോട് കൂടിയിട്ട് വേറെ അധികം പൊട്ടിപ്പോകാതെ ഇതേപോലെ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം കുത്തനെ നമ്മളെല്ലാ തൈകളും നട്ടു കൊടുക്കാറുള്ളത് അല്ലേ. എല്ലാ തൈകളും നടുമ്പോൾ കുത്തനെയാണ് നടുന്നത്. അപ്പോൾ തക്കാളി തൈ നടുന്ന സമയത്തും ഇതേപോലെ തന്നെ പപ്പായ കർമൂസ് തൈ നടുന്ന സമയത്തും ഇതേപോലെ കുത്തനെ വെച്ച് നടാതെ കുറച്ച് ഒരു 45 ഡിഗ്രിയിൽ ചെരിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ചുവടുഭാഗം ചെരിച്ച് വെച്ച് നട്ടാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവട് പെട്ടെന്ന് വണ്ണം വെക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൽ കായ്കൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ തൈയിലൊക്കെ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിച്ച് നട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് മാത്രമാണ് ചെരിച്ച് നട്ടുള്ളത്. ഇനി നമ്മളിത് വലിയൊരു 10-12 ഇല വലിയൊരു തൈയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളത് ഇവിടെ നിന്ന് മാറ്റി അന്ന് വലിയൊരു കുഴിയെടുത്ത് അതിൽ ഇതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മണലും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ചേർത്ത് ഫില്ല് ചെയ്ത് അതിലേക്ക് നട്ടു കൊടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ ചുവട് ഭാഗം അധികം നനച്ചു കൊടുക്കരുത്. ചുവട് ഭാഗത്തിൽ നമ്മൾ ഒരുപാട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ആ ചുവട് ഭാഗത്തു നിന്ന് കുറച്ച് മണ്ണ് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നനയ്ക്കുന്ന സമയത്ത് ചുവട് ഭാഗത്ത് മിതമായ ഈർപ്പവും ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് വെള്ളം കൂടുതലായി പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഇനി നമ്മളിത് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ കുറച്ചിങ്ങനെ മുകളിലേക്ക് വളഞ്ഞ് വലുതായി വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വലിയൊരു കുഴിയെടുത്ത് നടുന്ന സമയത്തും പോട്ട് മിക്സ് സെയിം തന്നെയാണ്. പക്ഷേ ചെരിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കുക. ചെരിച്ച് നമ്മളിപ്പോൾ കുറച്ചിങ്ങനെ ചെരിച്ച് നട്ട് ഇനി ഇത് മെല്ലെ നമുക്കത് മുകളിലേക്ക് വളഞ്ഞ് വന്നോളും.
അപ്പോൾ ആ ചുവട് ഭാഗം പെട്ടെന്ന് കനം വെക്കുകയും ആ വളർച്ച ചെറുതായിട്ടൊന്ന് പിന്നെ ആ ഒരു കനം വെച്ച ആ ഒരു ഭാഗത്തേക്ക് വരികയും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഇതിൽ പൂക്കൾ വരികയും വലിയ വലിയ കർമ്മൂസായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ കൂടെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന എല്ലാ സമയത്തും നന്നായിട്ട് വെളിച്ചം തട്ടുന്ന ഒരു സ്ഥലത്ത് നട്ടു കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മുന്നേ സീറോ കോസ്റ്റിൽ ഞാൻ പറഞ്ഞ വളങ്ങളൊക്കെ നമുക്കൊരു 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.